ആറ്റിങ്ങലിൽ കള്ളവോട്ടെന്ന അടൂർ പ്രകാശിന്റെ ആരോപണം പരാജയ ഭീതി കൊണ്ടെന്ന് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി ജോയ് 24-നോട്. പണവും മദ്യവും ഒഴുക്കി വോട്ടർമാരെ സ്വാധീനിക്കുന്ന രീതി ഇത്തവണയും അടൂർ പ്രകാശ് തുടരുന്നു. വോട്ടിനു വേണ്ടിയാണ് വി മുരളീധരൻ തീരദേശ മേഖലയ്ക്ക് വാഗ്ദാനം നൽകുന്നത് എന്നും വി ജോയ് പറഞ്ഞു. നമുക്കൊപ്പം ഇപ്പോഴുള്ളത് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി ജോയ് ആണ്. നമസ്കാരം. ഇപ്പോൾ ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റ് എന്നുള്ള തരത്തിലേക്കാണ്. അപ്പോൾ അവസാന മണിക്കൂറുകളിലേക്ക് എത്തുമ്പോൾ എന്താണ് ഈ പ്രതീക്ഷകൾ? എങ്ങനെയാണ്? ഇതൊരു ഇടതു കോട്ടയാണ്, അപ്പോൾ തീർച്ചയായും വലിയ പ്രതീക്ഷകളുണ്ട്. പക്ഷെ കഴിഞ്ഞ തവണ LDFന് സംഭവിച്ച ആ ഒരു ദയനീയമായൊരു പതനം എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ആ ഘട്ടത്തിൽ നമ്മൾ അതുകൂടി വിലയിരുത്തിക്കൊണ്ട് നോക്കുമ്പോൾ എങ്ങനെയാണ് ഇത്തവണത്തെ പ്രതീക്ഷകൾ? അല്ല, കഴിഞ്ഞ തവണ ഒരു ദയനീയ പരാജയം ഒന്നും പറയാൻ പറ്റില്ല. കാരണം കേരളത്തില് ഏറ്റവും കുറച്ച് വോട്ടിന് തോറ്റൊരു മണ്ഡലമാണ്. 38,000 വോട്ടേ നമുക്ക് ആറ്റിങ്ങല് മാറിയുള്ളൂ. അതൊരു വലിയ പ്രശ്നമല്ല. കാരണം 2 മേജർ ഇഷ്യൂസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ. ആ 2 മേജർ ഇഷ്യൂസ് വന്നിട്ടും പണമൊഴുക്കിയിട്ടും മദ്യം ഒഴുക്കിയിട്ടും 38,000 വോട്ടേ ഇവിടെ ഞങ്ങൾക്ക് നഷ്ടമായുള്ളൂ. അല്ലെ, 38,000 വോട്ടിനാണ് അവർ ജയിച്ചത്. ആദ്യത്തവണ ഉണ്ടാവില്ല. ഇത്തവണ ഈ മണ്ഡലം ഇടതിനോടൊപ്പം തന്നെ ഉറച്ചു നിൽക്കും. അതിൽ യാതൊരു സംശയവുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പൂർണ്ണമായിട്ട് ജയിക്കും. അദ്ദേഹം ചില ഗുരുതരമായ ആരോപണങ്ങൾ അത് കഴിഞ്ഞ തവണയും ഉന്നയിച്ചതാണ്. ഈ കള്ളവോട്ട്, ഇരട്ട വോട്ട്, 1,00,000-ലേറെ വോട്ടുകൾ എന്നൊക്കെ പറയുമ്പോൾ അത് ഗുരുതരമായ ആരോപണമല്ലേ? അത് പരിശോധിക്കേണ്ടവരെല്ലാം പരിശോധിച്ച് തള്ളിയ ഒരു കേസാണല്ലോ. അത് ഇലക്ഷൻ കമ്മീഷൻ പരിശോധിച്ച് തള്ളി. കളക്ടർ രണ്ടാമത് പരിശോധിച്ചു. ഇപ്പോൾ ഹൈക്കോടതി പോയപ്പോൾ ഇലക്ഷൻ കമ്മീഷനും കളക്ടറും അഫിഡവിറ്റ് നൽകി. ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ കാലത്ത് ആരെങ്കിലും 2 ID കാർഡ് ഹോൾഡ് ചെയ്യോ? 2 ID കാർഡ് ഉണ്ടെങ്കിലല്ലേ 2 വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നത്തെ കാലത്ത് ആരും പേടിച്ച് 2 ID കാർഡ് ഹോൾഡ് ചെയ്യില്ല. പിന്നെ 2 ID കാർഡ് ആരുടെയെങ്കിലും കൈവശം ഉണ്ടെങ്കിൽ ആ സിസ്റ്റം തന്നെ അത് പരിശോധിച്ചിട്ട് കുറവുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ പറയുന്നതിൽ ഒരു കാര്യമില്ല. തോക്കുമെന്ന് കണ്ടപ്പോൾ ഒരു മുൻകൂർ ജാമ്യം, ഒരു അഡ്വാൻസ് ബെയിൽ എടുക്കുന്ന ഒരു സ്ഥിതിയാണ് അദ്ദേഹം ആദ്യം മുതൽ തന്നെ സ്വീകരിച്ചു വരുന്നത്. അതല്ലാതെ ഈ ഇരട്ട വോട്ടിനെ സംബന്ധിച്ചോ കള്ളവോട്ടിനെ സംബന്ധിച്ചോ അദ്ദേഹം പറയുന്നതിൽ ഒരു സത്യവും ഒരു ന്യായവുമില്ല. അതായത് പരാജയ ഭീതി കൊണ്ട് അടൂർ പ്രകാശ് ഒരു മുൻകൂർ ജാമ്യം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് താങ്കൾ പറയുന്നത്? യാതൊരു സംശയവുമില്ല. പരാജയ ഭീതി കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്. ഞാൻ ചോദിക്കട്ടെ, ഈ 5 വർഷക്കാലം ഈ മണ്ഡലത്തിലെ ആളുകളെ എങ്ങനെയാണ് അദ്ദേഹം അഭിമുഖീകരിച്ചത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.